അതുകൊണ്ട് ഈ ടോക്ക് ഗൗരവത്തോടെ കേട്ട് മനസ്സിലാക്കുക. മറ്റുള്ളവർക്കുള്ളതിൻ്റെ പങ്ക് കൊടുക്കുന്നവരുണ്ട്, അവർക്കിത് അയച്ചു കൊടുക്കണം. കാരണം അവരത് ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒപ്പം അവരെ ചെയ്യുന്നതിന് നമ്മൾ അഫേം ചെയ്യുകയാണ്. കറക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ കാരണങ്ങളാൽ. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് കാര്യം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് ഇത് ഫ്ലെക്സ് അടിച്ചും 4 പേരെ അറിയിച്ചും കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതായിട്ട് ഇത് ചുരുങ്ങിപ്പോകുന്നുണ്ട്. അല്ല, ദേവാലയത്തിൻ്റെ കവാടത്തിങ്കൽ യാചനയോടെ ഇരിക്കുന്ന ഭിക്ഷക്കാരനെ കാണാത്ത നിനക്ക് പരിശുദ്ധ കുർബാന ഉയർത്തുന്ന കാസയിൽ കർത്താവിനെ കാണാൻ പറ്റില്ലെന്ന്. നീ മറ്റുള്ളവന് പങ്കുവെക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ വീട്ടകത്തിരുന്ന് നിലവിളിക്കുന്നുണ്ട്. നീ പങ്കുവെക്കാത്ത സമ്പത്ത് നിനക്കെതിരെ വീട്ടകത്തിരുന്ന് നിലവിളിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഒന്നും മറ്റുള്ളവന് കൊടുക്കാനില്ലാത്ത വിധം ഈ ഭൂമിയിൽ ആരും ദരിദ്രനല്ല, പാവപ്പെട്ടവനല്ല. ധർമ്മദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നീ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ നീ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നുള്ളൊരു മട്ടും ഭാവവും ഉണ്ടാക്കരുത്. 4 പേരുടെ സ്തുതി കീർത്തനങ്ങൾ പ്രതീക്ഷിക്കരുത്. മുറിവേറ്റു കൊടുക്കുന്ന മനുഷ്യരുണ്ട്, അവരെക്കുറിച്ച് കർത്താവ് സ്തുതി ആലപിക്കും. നമ്മളെടുത്ത ഉപവാസത്തിൻ്റെ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ നന്മ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് ധർമ്മദാനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, നോമ്പുകാല ധ്യാനം. നോമ്പുകാല ധ്യാനത്തിൻ്റെ റെഗുലർ എപ്പിസോഡല്ല, വെള്ളിയാഴ്ചകളിൽ നിങ്ങളിലേക്ക് എത്തുന്ന സ്പെഷ്യൽ എപ്പിസോഡ്. നോമ്പുകാലത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ചയാണിത്. നമ്മൾ നോമ്പുകാലത്തിൻ്റെ ധ്യാനം തുടങ്ങിയിട്ട് ഇന്ന് 20 ദിവസം ആവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് നിങ്ങളിലേക്ക് നോമ്പുകാലത്തിൻ്റെ ധ്യാനം മാർഗം എന്ന പേരിൽ എത്തുന്നുണ്ട്. ആദ്യത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച തൊട്ട് നമ്മളിപ്പോൾ ഈ 3ാമത്തെ വെള്ളിയാഴ്ച എത്തി. ഓരോ വെള്ളിയാഴ്ചകളിലും സ്പെഷ്യൽ എഡിഷൻ, സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തതിൽ ഉപവാസത്തെക്കുറിച്ച് പഠിച്ചു, 2ാമത്തതിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. ഇന്നിനി പഠിക്കാനുള്ളത് ധർമ്മദാനം, ക്രിസ്തീയ പുണ്യപ്രവർത്തികൾ 3: ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം. അത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. കാരണം ഈ നോമ്പ് കാലം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ധർമ്മദാനത്തിലും വളരേണ്ട കാലമാണിത്. ഉപവാസം നമ്മളെ ക്ലെൻസ് ചെയ്യും. ഉപവാസം എംപ്റ്റീസസ്, നമ്മളെ ഇങ്ങനെ ശൂന്യവൽക്കരണത്തിൻ്റെ അനുഭവമാണ് ഉപവാസം. ഫാസ്റ്റിംഗ് എംപ്റ്റീസസ് ആൻഡ് പ്രയർ ഫിൽസസ്. ഒന്നോർത്ത് നോക്കിയ കണക്ഷൻ. ഉപവാസം നമ്മളെ ശൂന്യമാക്കുന്നു, നമ്മുടെ അഹംഭാവങ്ങളെ എടുത്തു മാറ്റി നമ്മളെ വിമലീകരിക്കുന്നു ഉപവാസം. പ്രാർത്ഥന നമ്മളെ നിറയ്ക്കുന്നു, ദൈവാനുഭവത്തിൽ നമ്മളെ നിറയ്ക്കുന്നു പ്രാർത്ഥന. ആംസ് ഗിവിങ് ഈസ് വാട്ട് ഫ്ലോസ് ഔട്ട്. പ്രാർത്ഥനയിൽ നമ്മൾ അനുഭവിച്ച നിറവ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് ധർമ്മദാനം, ആംസ് ഗിവിങ്. ഈ 3 തമ്മിലുള്ള ആ പ്രോപ്പർ കണക്ഷൻ കണ്ടു. ധർമ്മദാനം നമ്മൾ ഈ കാലത്ത് അധിക ഗൗരവത്തോടെ ചെയ്യേണ്ടതാണ്. നമ്മളെടുത്ത ഉപവാസത്തിൻ്റെ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ നന്മ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് ധർമ്മദാനം. അതുകൊണ്ട് ഈ ടോക്ക് ഗൗരവത്തോടെ കേട്ട് മനസ്സിലാക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. ധർമ്മദാനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ ചാരിറ്റി, ആംസ് ഗീവിങ് ചെയ്യുന്നവരുണ്ട്, മറ്റുള്ളവർക്കുള്ളതിൻ്റെ പങ്ക് കൊടുക്കുന്നവരുണ്ട്. അവർക്കിത് അയച്ചു കൊടുക്കണം. കാരണം അവരത് ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒപ്പം അവരെ ചെയ്യുന്നതിന് നമ്മൾ അഫേം ചെയ്യുകയാണ്. കറക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ കാരണങ്ങളാൽ. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് കാര്യം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇനി അത് ചെയ്യാനാവതുണ്ട്, പക്ഷെ അത് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. നമുക്കായിരിക്കാം, മറ്റുള്ളവർക്കായിരിക്കാം. അവരോട് ഇത് പറഞ്ഞു കൊടുക്കുക, ഇത് അയച്ചു കൊടുക്കുക. അവരിത് കാണട്ടെ. ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ അതിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കില്ലേ? ആ വിചാരത്തോടെ നമുക്ക് പ്രത്യേകിച്ച് ഈ മാർഗത്തിൻ്റെ യാത്രയിൽ, മാർഗം കേവലം ഒരു പ്രോഗ്രാം അല്ല. അതിനപ്പുറത്ത് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ ജേർണി. വി ആർ ഇൻ ദ വേ ആൻഡ് ദ വേ ഈസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ വഴിയിലാണ്, യാത്രയിലാണ്. ഈ വഴി ഈശോ തന്നെയാണ്. ഈ വഴിയിലൂടെ, ഈ മാർഗത്തിലൂടെ നമുക്കൊറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. ദിസ് ഇസ് നോട്ട് എ പ്രൈവറ്റ് അഫെയർ. ദിസ് ഈസ് നോട്ട് എ പ്രൈവറ്റ് അഫെയർ. ഇത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമായിട്ടല്ല. വി ട്രാവൽ ആസ് എ ഗ്രൂപ്പ്, കൂട്ടായ്മയിലാണ്. വി ട്രാവൽ ആസ് എ കമ്മ്യൂണിറ്റി.
അതുകൊണ്ട് ഒരുമിച്ച് നടക്കുകയാണ്, വാക്കിംഗ് ടുഗദർ ആണ് മാർഗം ക്രിസ്ത്യാനിറ്റി. അപ്പോൾ വാക്കിംഗ് ടുഗദറിൻ്റെ എസൻഷ്യൽ പാർട്ടാണ്, ഒരുമിച്ച് നടക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ത്? ധർമ്മദാനം എന്നത് ഓർക്കുക. നമുക്ക് സഭ ഇതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ധർമ്മദാനത്തെ മനസ്സിലാക്കുന്നത്: ദ വർക്ക്സ് ഓഫ് മേഴ്സി ആർ ചാരിറ്റബിൾ ആക്ഷൻസ് ബൈ വിച്ച് വി കം ടു ദ എയ്ഡ് ഓഫ് അവർ നെയ്ബർ. നമ്മുടെ സഹോദരൻ്റെ നന്മയ്ക്കായി, സഹോദരൻ്റെ സഹായത്തിനായി നമ്മൾ എത്തുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും ഇതായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരുടെ, സഹജീവികളുടെ സഹായത്തിന്, നന്മയ്ക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, ഉപവിപ്രവർത്തികളും ആംസ് ഗിവിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് ലെഫ്റ്റ് ഓവർ കൊടുക്കുന്നതല്ല. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ സാധനം മിച്ചം ഉണ്ടായിരുന്നു, അതെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ദാനധർമ്മം എന്ന് വിചാരിക്കരുത്. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല. കുറേ പേർക്ക് ഇത് ഫ്ലെക്സ് അടിച്ചും 4 പേരെ അറിയിച്ചും കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതായിട്ട് ഇത് ചുരുങ്ങിപ്പോകുന്നുണ്ട്. അല്ല, ഇത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല, ആത്മസംതൃപ്തിക്ക് നമ്മൾ എടുക്കുന്നൊരു ഉപാധിയായിട്ട് ആംസ് ഗിവിങ് മാറിപ്പോകരുത്. ദിസ് ഈസ് മോർ അബൌട്ട് ജസ്റ്റിസ്, ദിസ് ഈസ് മോർ അബൌട്ട് സോളിഡാരിറ്റി, ദിസ് ഈസ് മോർ അബൌട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ജനറോസിറ്റി ഓഫ് ഗോഡ്. ഇത് കൂടുതലും നീതിയുടെ വിഷയമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ധർമ്മദാനം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജസ്റ്റിസ്. അത് നീതിയുടെ വിഷയമാണ്. നീതി നിലവിളിക്കുന്നുണ്ട്, നീതി നിർബന്ധിക്കുന്നുണ്ട് ധർമ്മദാനം ചെയ്യാൻ. അടുത്തത് ഇതാ ഐക്യത്തിൻ്റെ, സോളിഡാരിറ്റിയുടെ വിഷയമാണ് ഈ ധർമ്മദാനം. മൂന്നാമത്തത്, ഈ ധർമ്മദാനം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഉദാര മനസ്സിൽ, കർത്താവിൻ്റെ ഉദാരതയിൽ, ജനറോസിറ്റിയിൽ നീ പങ്കുപറ്റുകയാണ്. അപ്പോൾ വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ഇനി ബൈബിളിൽ നിന്ന് ഈ ധർമ്മദാനത്തെ, മറ്റുള്ളവരിലേക്ക് നീട്ടുന്ന ഈ കരുണയുടെ കരത്തെ നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒന്നാമത്തത്, ദൈവം ഈ പാവങ്ങളോട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് പാവങ്ങളെ സഹായിക്കുമ്പോൾ നീ ദൈവത്തെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന പഠിപ്പീര് പഴയ നിയമം തൊട്ടേ കിടപ്പുണ്ട്. നിന്റെ സഹായത്തിൻ്റെ കരങ്ങൾ മറ്റുള്ളവരിലേക്ക് നീട്ടണം. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം, ഡ്യൂട്രോണമി ചാപ്റ്റർ 15 വേഴ്സസ് 7 to 11. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ പള്ളിയിൽ വായിച്ച വായനയാണിത്. നിയമാവർത്തനം 15, 7 മുതൽ 11. പരദേശികളെ, വിധവകളെ, ദരിദ്രരെ നീ കരുണയോടെ നോക്കണം, അവരെ പരിപാലിക്കണം എന്ന് പറയുന്ന ഭാഗം. അടുത്തത് സുഭാഷിതങ്ങളുടെ പുസ്തകം, അതെടുത്ത് നോക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം. അത് കുറേ കൂടെ ടു ദ പോയിന്റ് ആണ്. ഇത് മറന്നു പോകരുത്. പറ്റുന്നവർ ബൈബിൾ എടുത്ത് അടയാളപ്പെടുത്തണം. സുഭാഷിതങ്ങൾ 19:17. അതിങ്ങനെയാണ്: ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുകയാണ്. വെൻ യു ഹെൽപ്പ് സമ്മൺ, ആക്ച്വലി യു ആർ ഡീലിംഗ് വിത്ത് ഗാഡ്. കർത്താവിന് കടം കൊടുക്കുകയാണെന്ന്. കർത്താവിന് കടം കൊടുത്താൽ എത്ര മടങ്ങായിട്ടായിരിക്കും അത് തിരിച്ചു കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതുകൊണ്ട് ഗിവിങ് ഫോർ ദ പുവർ ഇസ് ഗിവിങ് ടു ദ ലോർഡ്. പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു ഡൈമെൻഷൻ പഴയ നിയമം നോക്കുമ്പോൾ ഈ ദാനധർമ്മവുമായി ബന്ധപ്പെടുത്തി അതൊരു കവനൻ്റ് ഫുൾഫിൽനെസ് ആണ്, ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്. കാരണം കർത്താവ് പല ആവർത്തി പറയുന്നുണ്ട്, വിധവകളെ, അനാഥരെ, പരദേശികളെ പാലിക്കണം, അവരെ പരിഗണിക്കണം. കാരണം നീ തന്നെയും മറ്റൊരു ദേശത്ത് ഈ കഷ്ടദുരിതങ്ങളിലൂടെ കടന്നു പോയതാണ്. ദൈവം നമ്മളോട് കാണിക്കുന്ന ഉടമ്പടിയുടെ സ്നേഹത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന അനുഭവമാണ് ധർമ്മദാനം. അപ്പോൾ അത് കവനൻറ്റ് ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ, ഉടമ്പടിയോടുള്ള, കർത്താവുമായുള്ള ഉടമ്പടിയോടുള്ള വിശ്വസ്തതയുടെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ചെയ്യുന്ന ചാരിറ്റി വർക്ക്സ്, നമ്മൾ ചെയ്യുന്ന ധർമ്മദാനം നോക്കണം. യെശയ്യാ പുസ്തകം, ഐസയ 58, യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ പുതിയൊരു ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പുതിയ ഉപവാസം, കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം. അത് വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കാം വേഗം. യെശയ്യാ 58-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
58 അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്, യഥാർത്ഥമായ ഉപവാസം. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഈ റിയൽ ഫാസ്റ്റിംഗ്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ 6-ാമത്തെ വാക്യം, യെശയ്യാ 58:6, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അനീതി തുടച്ചു മാറ്റുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതാണ് കുറെ കൂടെ നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് കണക്റ്റായി നിൽക്കുന്നത്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇതൊക്കെയല്ലേ ഉപവാസമെന്ന് കർത്താവ് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് വിതൗട്ട് ആംസ് ഗിവിങ് ഈസ് ഇൻകംപ്ലീറ്റ് വർഷിപ്പ്. നീ ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥനകളേറെ ഉരുവിടുന്നു, എന്നിട്ട് അത് പുറത്തേക്ക് ഒഴുകുന്നില്ലെങ്കിൽ, ധർമ്മദാനം ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, ഉപവിപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, അത് അപൂർണമായ ആരാധനയായി ചുരുങ്ങിപ്പോകും. ദാറ്റ് വിൽ എൻഡ് അപ്പ് ആസ് ഇൻകംപ്ലീറ്റ് വർഷിപ്പ് എന്നാണ് ബൈബിളിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ധർമ്മദാനത്തെക്കുറിച്ച് പുതിയ നിയമം, പ്രത്യേകിച്ച് ഈശോ പഠിപ്പിക്കുന്നത്, അതിന് പിന്നാലെ ആദിമ സഭയുടെ ചൈതന്യം, പൗലോസ്ലീഹായുടെ നിലപാട്, അതൊക്കെ ഒന്ന് വേഗം മനസ്സിലാക്കി പോകാം. ഒന്നാമത്തത്, ഈശോ ഈ ധർമ്മദാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പഠിപ്പിര് കിടക്കുന്നത് ഈശോയുടെ മലയിലെ പ്രസംഗത്തിലാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പറഞ്ഞതുപോലെ തന്നെയാണ് ധർമ്മദാനത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് കർത്താവ് അവതരിപ്പിക്കുന്നില്ല. ഇതെന്തോ വലിയ കാര്യമാണെന്ന രീതിയിലല്ല. നിങ്ങളിത് ചെയ്യാറുണ്ടല്ലോ, നിങ്ങളിത് ചെയ്യുന്നതാണല്ലോ, ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ സ്പിരിച്വൽ ലൈഫ്. ധർമ്മദാനം എല്ലാവരും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് നോർമൽ ഡിസൈപ്പിൾഷിപ്പ്. സാധാരണ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ് ധർമ്മദാനം. പക്ഷേ കർത്താവിൻ്റെ കീ ടീച്ചിങ് കിടക്കുന്നത് ധർമ്മദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഗിവ് ഇൻ സീക്രട്ട്. നീ രഹസ്യത്തിൽ നൽകാൻ ശ്രദ്ധിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയെ, ഉപവാസത്തെ ഇതേ കാര്യമാണ് ഈശോ പഠിപ്പിച്ചത്. അത് തന്നെ ധർമ്മദാനത്തിലും പറയുന്നുണ്ട്. കീപ് ഇറ്റ് എ സീക്രട്ട്. കഴിവതും ഒരു രഹസ്യത്തിൽ അത് ചെയ്യണം. 2, വിത്തൗട്ട് സെൽഫ് ഗ്ലോറി. നീ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ നീ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നുള്ളൊരു മട്ടും ഭാവവും ഉണ്ടാക്കരുത്. അത് ബോസ്റ്റ് ചെയ്യരുത്. 4 പേരുടെ സ്തുതി കീർത്തനങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് സെൽഫ് ഗ്ലോറി, ഒരു സ്വയം മഹത്വീകൃതനാകാനുള്ള ഒരവസരമാക്കി ഒരിക്കലും ധർമ്മദാനത്തെ കാണരുത്. 3-ാമത്തത്, ഗിവ് ട്രസ്റ്റിംഗ് ഫാദേഴ്സ് റിവാർഡ്. നീ മറ്റുള്ളവർ കൊടുക്കണം. എന്തിന്? ആ സ്വീകരിക്കുന്നവൻ്റെ നന്മ കണ്ടിട്ടോ നിന്റെ നന്മയാലോ അല്ല, മറിച്ച് എൻ്റെ പിതാവായ ദൈവം എനിക്ക് നൽകാൻ പോകുന്ന സമ്മാനമോർത്ത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. ഗോഡ് സീസ് നോട്ട് ദ എമൗണ്ട് ബട്ട് ദ ഹാർട്ട്. കർത്താവ് കാണുന്നത് നീ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, നീ എങ്ങനെ കൊടുക്കുന്നു, എത്ര സന്തോഷത്തോടെ, ഒരുക്കത്തോടെ, ജെനുവിനായിട്ട് കൊടുക്കുന്നു. ഗോഡ് സീസ് ദ ഹാർട്ട്. ഹൃദയങ്ങൾ കാണുന്നവനാണ് നമ്മുടെ ദൈവം. അടുത്തത്, വിഡോസ് ഓഫറിങ്. വിധവയുടെ കാണിക്കയില്ലേ, അതായത് അവൾ അവളുടെ സമ്പത്തിൻ്റെ ഉള്ളതെടുത്ത് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടോ? ജീസസ് പ്രൈസ്ഡ് ഹർ സാക്രിഫിഷ്യൽ ഗിവിങ്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് വെച്ചാൽ അവൾ തന്നെ മുറിഞ്ഞാണ് കൊടുക്കുന്നത്, മുറിഞ്ഞു കൊടുക്കുക, മുറിവേറ്റ് കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് കർത്താവ് സ്തുതി ആലപിക്കും. ഈ വിധവയെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ, മഹത്തരമെന്ന് വിശേഷിപ്പിച്ചതുപോലെ, ഉള്ളതിൻ്റെ പങ്ക് ഒരല്പം മുറിവേറ്റും കൊടുക്കാൻ സുവിശേഷം ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ ഒന്ന്, പുതിയ നിയമത്തിൽ ഈ ധർമ്മദാനവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത് ജഡ്ജ്മെൻ്റൽ സീനാണ്. അന്ത്യവിധിയുടെ നേരത്ത് കർത്താവ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. എന്നുവെച്ചാൽ ഇത് ക്രിസ്റ്റോളജിക്കലാകുകയാണ്. കർത്താവ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നീ കരുണ കാണിക്കുമ്പോൾ, ദയ കാണിക്കുമ്പോൾ കർത്താവിന് കടം കൊടുക്കുകയാണ്. സെയിം തിങ്. അതിൻ്റെ വളർച്ച ഇവിടെ കാണാൻ പറ്റും. നീ വിശക്കുന്നവന് കൊടുത്തോ, ഞാൻ വിശക്കുന്നവനായി വന്നു, നീ കൊടുത്തോ കഴിക്കാൻ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തോ, നഗ്നനെ ഉടുപ്പിച്ചോ. ഇതെല്ലാം ആംസ് ഗിവിങ് ആണ്, ചാരിറ്റിയാണ്.
അപ്പോൾ അത് മിശിഹ കേന്ദ്രീകൃതമാവുകയാണ്. അത് കേവലം ഒരു അസോസിയേഷൻ സംഘടന ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ചുരുങ്ങിപ്പോകേണ്ടതല്ല. അത് മിശിഹായിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ്. ആ വസ്ത്രമില്ലാത്തവനിൽ മിശിഹായെ കണ്ടാണ് നീ അവന് വസ്ത്രം കൊടുക്കുന്നത്. ഭക്ഷണമില്ലാത്തവനിൽ മിശിഹായെ കണ്ടാണ് നീ അവന് ഭക്ഷണം കൊടുക്കുന്നത്. കാരണം ഈശോ അവസാനം ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഞാൻ വിശക്കുന്നവനായി വന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ? ഞാൻ ദാഹിക്കുന്നവനായി വന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നോ? എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ പരിപാലിച്ചോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? ഇതെല്ലാം ആംസ് ഗിവിംഗ് ആണ്, ധർമ്മദാനമാണ്, തിരിച്ചറിയണം. ഇനി ദ ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ്, സഭയുടെ കാലത്തിലേക്ക് വരുമ്പോൾ ആംസ് ഗിവിംഗ് അടുത്ത ലെവലിലേക്ക് വളരുകയാണ്. അതായത് സഭ വളർന്നത് തന്നെ ഇതിലാണ് കേട്ടോ. സഭയുടെ വളർച്ച കിടക്കുന്നത് ഈ ധർമ്മദാനത്തിലാണ്, ആംസ് ഗിവിങ്ങിലാണ്. നിങ്ങൾ സമയം പോലെ നോക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 44-45 വാക്യങ്ങൾ, 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആരും ആവശ്യക്കാരായിട്ടുണ്ടായിരുന്നില്ലെന്ന് ഒരു സഭയെക്കുറിച്ച് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും സുന്ദരമായ വിശേഷണങ്ങളിൽ ഒന്നല്ലേ ആവശ്യക്കാരായി. അതായത് ഇൻ നീഡ്, ആവശ്യത്തിൽ ആരും ഇല്ല. കാരണം എന്താ? എല്ലാവരും എല്ലാം പൊതുവായി കണ്ടപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ നടന്നുപോയി. ആംസ് ഗീവിങ് സഭയുടെ സ്വഭാവമായിരുന്നു. ആംസ് ഗീവിങ്, ധർമ്മദാനം, പങ്കുവെക്കൽ സഭയുടെ സ്വഭാവമായിരുന്നു. പൗലോസ് ലീഹായുടെ പഠിപ്പിലേക്ക് വരുമ്പോൾ പൗലോസ് ലീഹ ഇതിനെ മിഷനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആംസ് ഗീവിങ്ങിനെ ഒരു മിയർ ചാരിറ്റി ആയിട്ട് നിർത്താതെ മറിച്ച് ഇതിനെ പ്രേഷിത പ്രവർത്തനമായി, സുവിശേഷ വേലയുമായി ബന്ധിപ്പിക്കുകയാണ് പൗലോസ് ലീഹ. സഭ വളർന്നത് ഇതിലൂടെയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ കണ്ടിന്യൂവേഷൻ നടക്കുകയാണ്. സഭ വളർന്നത് ആംസ് ഗീവിങ്ങിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പൗലോസ് ലീഹ നല്ല ഒന്നാന്തരം പിരിവുകാരനാണ്. ഹി കോൺസ്റ്റന്റ്ലി ആസ്ക് ദ കമ്മ്യൂണിറ്റീസ് ടു ഷെയർ ദെയർ വെൽത്ത്. നിങ്ങൾക്കുള്ളതിൻ്റെ പങ്ക് തായോ എന്ന് പല ആവർത്തി കൈനീട്ടി ചോദിച്ച സ്ലീഹായാണ് പൗലോസ് ലീഹ. അദ്ദേഹം ഓരോ സഭാ സമൂഹങ്ങൾക്കും വേണ്ടി ഉള്ളവരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തു. ബുദ്ധിമുട്ടുള്ള സഭകൾക്ക് വേണ്ടിയിട്ട്. അതിനാണ് ജെറുസലേം കളക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ജെറുസലേമിലെ സഭ കഷ്ടദുരിതങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു. ഒരു പുതിയ മിഷൻ ആരംഭിക്കുന്നു, ഒരു സ്ഥലത്തേക്ക് സുവിശേഷം എത്താൻ പോകുന്നു, അതിന് പിന്തുണയായിട്ട് നിങ്ങളുടെ ഉള്ളത് തായോ. അതായത് ആംസ് ഗീവിങ്ങിനെ ഞാൻ പറഞ്ഞ ഒരു കേവല ചാരിറ്റി ആയിട്ട് മാത്രം വെക്കാതെ അതിനെ ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ ഭാഗമാക്കി, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാക്കി പൗലോസ് ലീഹ വളർത്തി. ആംസ് ഗീവിങ് ബിക്കംസ് ആൻ ആക്ട് ഓഫ് കോമിഷൻ. പ്രേഷിത പ്രവർത്തനത്തിലെ സഹകാരിയാകാനുള്ള അവസരമായി ധർമ്മദാനത്തെ മാറ്റി. പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ക്രിസോസ്റ്റോം പിതാവ് പറഞ്ഞത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എനിക്കൊന്ന് 2 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസോസ്റ്റോം പിതാവിൻ്റെ ആ പറച്ചിൽ വളരെ മീനിങ് ഫുള്ളാണ്. നമ്മളോടത് കൃത്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദേവാലയത്തിൻ്റെ കവാടത്തിങ്കൽ യാചനയോടെ ഇരിക്കുന്ന ഭിക്ഷക്കാരനെ കാണാത്ത നിനക്ക് പരിശുദ്ധ കുർബാനിൽ ഉയർത്തുന്ന കാസയിൽ കർത്താവിനെ കാണാൻ പറ്റില്ലെന്ന്. ദേവാലയ കവാടത്തിങ്കൽ ഭിക്ഷയാചിക്കുന്ന യാചകനെ കാണാൻ നിനക്ക് കണ്ണില്ലെങ്കിൽ പരിശുദ്ധ മദ്ബഹായിൽ ബലിപീഠത്തിങ്കൽ ഉയർത്തുന്ന കാസയിൽ പീലാസയിൽ നീ കർത്താവിനെ കാണാൻ പോകുന്നില്ല. അവരിൽ കർത്താവിനെ കാണുന്നതാണ് ധർമ്മദാനം. സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ് പറയുന്ന കാര്യമുണ്ട്, ദ ബ്രെഡ് യു സ്റ്റോർ ബിലോങ്സ് ടു ദ ഹംഗ്രി. നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അപ്പം വിശക്കുന്നവൻ അവകാശപ്പെട്ടതാണെന്ന്. നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അപ്പം വിശക്കുന്നവനാവാം. അപ്പോൾ ധർമ്മദാനം അത് കേവലം ഒരു ഉദാരമതിയാകുന്നതല്ല കേട്ടോ. ജനറോസിറ്റിയുടെ വിഷയം മാത്രമല്ല ധർമ്മദാനം. ഇറ്റ്സ് എ ടോപ്പിക് ഓഫ് ജസ്റ്റിസ്. അത് നീതിയുടെ വിഷയം കൂടിയാണ്. നീ മറ്റുള്ളവന് പങ്കുവയ്ക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ വീട്ടകത്തിരുന്ന് നിലവിളിക്കുന്നുണ്ട്. നീ പങ്കുവയ്ക്കാത്ത സമ്പത്ത് നിനക്കെതിരെ വീട്ടകത്തിരുന്ന് നിലവിളിക്കുന്നുണ്ടോ തിരിച്ചറിയണം. അംബ്രോസ് പിതാവ് പറയുന്നു, നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് അവർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കേണ്ട. അവർക്കുള്ളത് ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു, നിങ്ങളത് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതിയെന്ന്. നിങ്ങളുടേത് നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും കൊടുക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരു അറിയാണ്ടൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരും. അങ്ങനെയല്ല, അത് അവരുടേതാണ്. അവരുടേത് നിന്റെ കറ്റയിൽ കർത്താവ് തന്നേ ഉള്ളൂ, നിന്റെ മുന്തിരിക്കൊലയിൽ കർത്താവ് തന്നേ ഉള്ളൂ. അത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. കർത്താവ് നിന്നെ അധികമായി അനുഗ്രഹിച്ചത് അവർക്ക് കൊടുക്കാനാണെന്ന്. അതാണ് അംബ്രോസ് പിതാവ് പറയുന്നത്. അഗസ്തിനോസ് പിതാവ് പറയുന്നു, ചാരിറ്റി ഈസ് ദ സോൾ ഓഫ് ഓൾ വെർച്യൂസ്. എല്ലാ പുണ്യങ്ങളുടെയും ആത്മാവ് ഉപവിയാണ്. എല്ലാ പുണ്യങ്ങളുടെയും ആത്മാവ് ഉപവിയാണെന്ന് ഓർക്കണം. ഇനി കത്തോലിക്ക സഭയുടെ പഠിപ്പിലേക്ക് വരാം.
CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2443 തൊട്ട് 2449 വരെ സാധുക്കളെ സഹായിക്കേണ്ടത് ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷനാണ്. മുൻഗണനാക്രമത്തിൽ മുന്നിൽ വെക്കേണ്ട ഒരു കാര്യമാണ് സാധുക്കളെ സഹായിക്കേണ്ടത്. CCC 1434 പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ്, പ്രെയർ ആൻഡ് ആംസ് ഗിവിംഗ്, പ്രോപ്പർ എക്സ്പ്രഷൻ ഓഫ് കൺവേർഷൻ. ഒരാളിലെ മാനസാന്തരത്തിൻ്റെ, ഒരാളിൽ വരുന്ന മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല തെളിവ് വെളിപ്പെടുന്നത് ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, ധർമ്മദാനത്തിൽ ആണ്. ഇനി മാർപ്പാപ്പമാർ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നല്ലതാണ്. ഇറ്റ്സ് നോട്ട് ആൻ ആക്സസറി ടു ദ ചർച്ച്. നമ്മൾ ഈ കാറിനും ബൈക്കും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ആക്സസറീസ് ഫിറ്റ് ചെയ്യത്തില്ലേ? എക്സ്ട്രാ ഫിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ആക്സസറീസ്. അപ്പോൾ ഈ മാർപ്പാപ്പ പറയുകയാണ്, ആംസ് ഗിവിങ് ഓർ ചാരിറ്റി ഈസ് നോട്ട് ആൻ ആക്സസറി ടു ദ ചർച്ച്. സഭയ്ക്ക് പിന്നെ വെച്ച് കെട്ടിയെടുത്ത ഒന്നല്ല ഈ ചാരിറ്റി, ആംസ് ഗിവിങ്. ഇറ്റ്സ് ദ വെരി ഹാർട്ട് ഓഫ് ദ ചർച്ച്. അത് സഭയുടെ ഹൃദയമാണ്. സഭയുടെ ഹൃദയം തന്നെ ധർമ്മദാനം ഉപവി ആണെന്ന് ഓർക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ, നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്ന മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം, നോ വൺ ഈസ് സോ പുവർ ദാറ്റ് ഹി ഹാസ് നത്തിങ് ടു ഗിവ്. നോ വൺ ഈസ് സോ പുവർ ദാറ്റ് ഹി ഹാസ് നത്തിങ് ടു ഗിവ്. ആരും അത്ര പാവപ്പെട്ടവരല്ല ഒന്നും കൊടുക്കാനില്ലാത്ത വിധം, ഒന്നും മറ്റുള്ളവന് കൊടുക്കാനില്ലാത്ത വിധം ഈ ഭൂമിയിൽ ആരും ദരിദ്രനല്ല, പാവപ്പെട്ടവനല്ല. ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയാം. മറ്റുള്ളവർക്ക് നമ്മൾ ഈ ധർമ്മദാനം ചെയ്യാനുള്ള ഒരു 5 സിമ്പിൾ മെത്തേഡ്സ്, 5 രീതിയിൽ നമുക്ക് ധർമ്മദാനം ചെയ്യാം. അത് അറിഞ്ഞിരുന്നാൽ നമുക്കതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ. 5 രീതിയിൽ ധർമ്മദാനം ചെയ്യാം. ഇനി ഒടുക്കം ധർമ്മദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഞാൻ പറയാം. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അത് കേൾക്കണം, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും വേണം. ഒന്നാമത് ഈ പ്രാക്ടിക്കൽ സൈഡ്, ധർമ്മദാനം ചെയ്യാൻ പറ്റുന്ന 5 വേസ്, 5 പ്രാക്ടിക്കൽ വേസ്. ഒന്ന്, പ്ലാൻഡ് ഗിവിങ്. പ്ലാൻഡ് ഗിവിങ് എന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു ചെറിയ തുക, ആകുന്ന ഒരു തുക പോയിക്കൊണ്ടേയിരിക്കും. പ്ലാൻഡ് ആണത്, അത് ഫിക്സ്ഡ് ആണ്. ശരിക്കും അത് വേണം. ഇങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഉണ്ടായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സാണ്, ബിസിനസ്സിന് സ്ഥിര വരുമാനമല്ല, ഫ്ലക്ച്വേറ്റ്സ്. പക്ഷേ എന്നാലും നമുക്കറിയാം ഇത്രയും എനിക്ക് പറ്റും എല്ലാ മാസവും. അതെല്ലാ മാസവും ഒരു ചെറിയ പങ്ക് പാവങ്ങൾക്ക്, അല്ലെങ്കിൽ പാവങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ പാവങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അങ്ങനെയും വരും. അപ്പം നിങ്ങൾ കാണുന്ന പാവങ്ങളെക്കാൾ പാവങ്ങളായിട്ടുള്ളവരും അവരെ കെയർ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അത് നേരിട്ടോ ഒക്കെ പാവങ്ങളിലേക്ക് എല്ലാ മാസവും ആകുന്നത് പോലെ ഒരു തുക, എ കൈൻഡ് ഓഫ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കാൻ പറ്റുന്നത് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻഡ് ഫിക്സ്ഡ് ഗിവിങ് ഒരു മെത്തേഡ്. രണ്ടാമത്തത് സാക്രിഫിഷ്യൽ ഗിവിങ്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഉപവാസം എടുത്തു, ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ വന്നൊരു ചെറിയ വ്യത്യാസമില്ലേ? നമ്മുടെ വീടുകളിൽ നമ്മളങ്ങനെ കൃത്യം ഓരോ ദിവസത്തെയും ചിലവ് നോക്കിയൊന്നുമല്ല കാര്യങ്ങൾ ഓടിക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഒരു 100 രൂപ മിച്ചം പിടിച്ചെങ്കിൽ കൊടുക്കാം. ഒരു ഫംഗ്ഷൻ വരുന്നു, ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വാങ്ങിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. സാക്രിഫിഷ്യലാണ്. ആ സാക്രിഫിഷ്യൽ നൽകലാക്കി മാറ്റാവോ? സാക്രിഫൈസ് ചെയ്ത് നല്ല കാര്യം, വേണ്ടെന്ന് വെച്ചത് നല്ല കാര്യം. അത് നിൻ്റെ ഉപവാസം പോലെ നിന്നോട് തന്നെ നീ മാസ്റ്റർ ചെയ്തതാണ്, നിൻ്റെ പ്രാർത്ഥനയുടെ ഗുണമാണ്. പക്ഷേ അത് നീ മറ്റുള്ളവരിലേക്ക് ഒഴുകണ്ടേ? അപ്പോൾ അതിൻ്റെ ആ മിച്ചം പിടിച്ചത് കുറച്ചങ്ങോട്ട് സാക്രിഫിഷ്യൽ ഗിവിങ്. അത് എപ്പോഴും നടക്കുന്നതല്ല, പറ്റുമ്പോഴൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. മൂന്നാമത്തത് ഹിഡൻ ഗിവിങ്. ആരും അറിയാതെ, ലോകത്ത് ആരും അറിയാതെ കർത്താവ് മാത്രം അറിയുന്ന ചില നൽകലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോകത്ത് ആർക്കും അറിയത്തില്ല. ആരെങ്കിലും അറിഞ്ഞാലല്ലേ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ, ആരെങ്കിലും അറിഞ്ഞാലല്ലേ അവർ നമ്മളെ മതിപ്പോടെ നോക്കത്തുള്ളൂ. ആർക്കും അറിയത്തില്ലെന്ന്. അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെച്ചേക്കണം. കാരണം കർത്താവിനും എനിക്കും മാത്രം അറിയാവുന്ന ചില നൽകലുകൾ ഉണ്ടാകണം. വേറെ ആർക്കും അറിയത്തില്ല, സ്വീകരിച്ചവർക്കൊഴികെ വേറെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ നൽകുന്നുണ്ട്, നൽകിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സീക്രട്ട് ഗീവിങ്, ഹിഡൻ ഗീവിങ് ശീലിക്കുന്നത് നല്ലതാണ്. അത് ശരിക്കും നമുക്ക് കർത്താവിനോട് കണക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. കർത്താവിനോട് നമുക്കൊരു ബന്ധം കിട്ടും. കാരണം വേറെ ഒരു മെച്ചവും എനിക്കതുകൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ, വേറെ ആരും അത് അറിഞ്ഞിട്ടില്ലല്ലോ, ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ലല്ലോ, കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിഡൻ സീക്രട്ട് ഗീവിങ് നടത്തുക. അടുത്തത് നാലാമത്തെ ഒരു മെത്തേഡ് പേഴ്സണൽ ഗീവിങ്, വ്യക്തിപരമായ നൽകൽ. അതെന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ ഗീവിങ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ എന്നെ കേൾക്കുന്ന കുറച്ച് പേര്, എൻ്റെ പൊന്നച്ചാ ഞങ്ങൾക്ക് ആ പാടെ ബുദ്ധിമുട്ട് ഞെരുക്കും, ഞങ്ങൾ പിന്നെ എന്നെ എടുത്ത് കൊടുക്കാനാണ്,
നമ്മളെപ്പോഴും കാശിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ, കാശ് കൊടുക്കാനാവുന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കുക, പണത്തിൻ്റെ പങ്ക് കൊടുക്കുക, സമയത്തിൻ്റെ പങ്ക്. സമയമുണ്ടോ മറ്റുള്ളവൻ്റെ അടുത്തിരിക്കാൻ, അവനെ കേൾക്കാൻ, പ്രസൻസ് കൊടുക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു ആരോഗ്യമുണ്ടോ? വെൽത്ത്, യുവർ ടൈം, യുവർ ഹെൽത്ത്. ആരോഗ്യമുണ്ടോ? ഒരു സാധനം എടുത്ത് അങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാൻ ആരോഗ്യമുണ്ടോ? അവൻ്റെ വീട്ടിലൊരു സഹായത്തിന് ചെല്ലാൻ ആരോഗ്യമുണ്ടോ? ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യം കൊടുക്കണം. സ്കിൽസ് ആൻഡ് ടാലൻസ്. കഴിവുള്ളവരുണ്ട്, പക്ഷേ എനിക്ക് കാശൊന്നുമില്ല, എനിക്ക് ഇന്ന കഴിവുണ്ട്. ആ കഴിവ് ഉദാരമായി കൊടുക്കാവോ? അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവോ? കുറച്ച് അവരുടെ ആവശ്യത്തിന് കൊടുക്കുമ്പോൾ അതും ദാനധർമ്മമാവുകയാണ്. ഞാൻ പറഞ്ഞത്, സമയത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സ്വത്തിൻ്റെ, കഴിവിൻ്റെ ഒക്കെ പങ്ക് പറ്റുന്ന പോലെ കൊടുക്കുമ്പോൾ നിങ്ങളിതിൽ പങ്കെടുക്കുകയാണ്. അഞ്ചാമത്തത് മിഷൻ ഓറിയൻറ്റഡ് ഗിവിങ്. മിഷൻ ഓറിയൻറ്റഡ് ഗിവിങ്, അതാണ് പൗലോസ്ലീഹായുടെ ശൈലി. അതായത് തിരുസഭയ്ക്ക്, സുവിശേഷ വേലയ്ക്ക് നിങ്ങളുടെ പറ്റുന്നതിൻ്റെ പങ്ക്. ഞാനിത് പറയുന്നതിൻ്റെ പേരിൽ ആർക്കും കെറുവൊന്നും വിചാരിക്കേണ്ട. ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കണ്ട, ആരും ഇവിടെ പിടിച്ചു വാങ്ങിക്കത്തില്ലല്ലോ. ഇത് അറിയാത്തത് കൊണ്ട് കൊടുക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് സഭയ്ക്ക് കൊടുക്കണം. നമ്മളത് കാണുന്നില്ലേ? പൗലോസ്ലീഹായൊക്കെ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സമ്പത്തിൻ്റെ പങ്കുകൊണ്ട് നിങ്ങൾ സുവിശേഷത്തിന് പിന്തുണ കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കണം: നിങ്ങളുടെ പാദങ്ങൾ എത്താത്ത ഇടത്ത് നിങ്ങളുടെ കരങ്ങൾ എത്തട്ടെ. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ പാദങ്ങൾ എത്താത്തിടത്ത്, നിങ്ങൾക്ക് നടന്ന് കയറി ചെന്ന് സുവിശേഷം പറയാൻ പറ്റാത്ത ഇടത്ത് നിങ്ങളുടെ സഹായത്തിൻ്റെ കരമെത്തും. അത് നിങ്ങളുടെ സമ്പത്തിൻ്റെ പങ്കാകും, കഴിവിൻ്റെ പങ്കായിരിക്കും. എത്തിക്കഴിയുമ്പം അവിടെ സുവിശേഷം എത്തും. നിങ്ങളുടെ കാൽപാദം അവിടെ പതിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ കരങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അവിടെ എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. സുവിശേഷ പ്രഘോഷണത്തിന്, സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൾക്ക്, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണത്തിന് ഒക്കെ നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ പിന്തുണ കൊടുക്കാൻ പറ്റുന്നവർ, നിങ്ങൾക്ക് അങ്ങനെ പ്രേരണ കിട്ടുന്നവർ അത് ചെയ്യണം. അതൊരു കുറച്ചിലുമില്ല. നമ്മുടെ കാർന്നവന്മാർ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് പള്ളികളുള്ളത്, നമുക്ക് ഈ ശുശ്രൂഷ സംവിധാനങ്ങളുള്ളത്, ഇത്രയും ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തത്. അങ്ങനെ കൊടുത്തിട്ടല്ലേ, അല്ലാതെ അല്ലല്ലോ. അപ്പോൾ ഇനിയൊരു തലമുറയെ മുന്നിൽ കണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഈ പാവങ്ങൾക്കാണെങ്കിലും സുവിശേഷ വേലയ്ക്കാണെങ്കിലും ഉള്ളതിൻ്റെ പങ്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? അതിനെ ഇങ്ങനെ മനസ്സിലാക്കിക്കേ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർ കൊടുക്കാൻ തോന്നും. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ള, ആളുകൾക്കൊക്കെ പറഞ്ഞ് ധ്യാനത്തിനൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്, യൂത്തിനോട് പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യുന്ന ഒരു ഒത്തിരി പിള്ളേരുണ്ട്. ഉദാഹരണത്തിന് നിനക്കൊരു 20,000 രൂപ ശമ്പളം. 20,000 രൂപ വളരെ നേരത്തെ ശമ്പളമാണെന്ന് എനിക്കറിയാം. 20,000 രൂപ സാരമില്ല. 20,000 രൂപ ശമ്പളം. 20,000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ നീ തീരുമാനിച്ചു 1,000 രൂപ അവന്, ആ പാവപ്പെട്ടവന് കൊടുക്കാം, അല്ലെങ്കിൽ ആ സുവിശേഷ വേലയ്ക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. നിങ്ങൾ തുടങ്ങി. നിങ്ങളപ്പം ബാക്കിയൊന്നും കൊടുക്കുന്നുണ്ട്. അപ്പം എന്ത് വരുന്നറിയാമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നിൽ നിന്ന് സ്വീകരിച്ച ഒരു പാവമില്ലേ, അവൻ്റെ വീട്ടിലൊരു ആവശ്യം വരുന്നു. അവന് 1,000 പോരാതാകുന്നു. 1,000 പോരാതാകും. അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട്, കുറച്ചുകൂടെ റീച്ച് ചെയ്ത് കർത്താവിന് സുവിശേഷം കൊടുക്കാൻ കുറച്ചുകൂടെ സപ്പോർട്ട് ആവശ്യമായി വരുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ സുവിശേഷ വേല ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ പാവങ്ങൾ പ്രാർത്ഥിക്കും കർത്താവിനോട്, കർത്താവേ, ഇല്ല കർത്താവേ. അപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് ഇനി അവരിലേക്ക് തുക എത്താൻ എളുപ്പ വഴി എന്താ? നിനക്കിപ്പോൾ 20,000 രൂപയാണ് ശമ്പളം, അപ്പോൾ നീ 1,000 കൊടുത്തു. കർത്താവ് ഒരു കാര്യം ചെയ്തു, ഒരു നല്ല ജോലി കൊടുക്കാം. ഇപ്പോൾ ഉള്ളത് പാവം കഷ്ടപ്പെടുകയാണ്, അവനൊരു 40,000 രൂപയുടെ ഒരു ബെറ്റർ ജോബ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ 40,000 ജോലി കിട്ടി. 40,000 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ ആ വീതം 1,000 നമ്മളപ്പോൾ ചിന്തിക്കും, നല്ല മനുഷ്യൻ ചിന്തിക്കും, നേരത്തെ 1,000 കൊടുത്തുകൊണ്ടിരുന്ന നല്ല 20,000 ഉള്ളപ്പോൾ ഇപ്പോൾ 40,000 ആയില്ലേ, 2,000 കൊടുത്തേക്കാം. അപ്പോൾ അവിടെ 2,000 എത്തും. അപ്പം നമ്മൾ സഹായിച്ച മനുഷ്യരുടെ നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയരുകയും അത് നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുമെന്ന്. ഇപ്പം നമുക്കൊരു സ്വത്തുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, കർത്താവിനും അറിയാം, നമുക്കും അറിയാം ഉണ്ട്. പക്ഷേ ഇത് ആരിലേക്ക് പോകുന്നില്ല. ആരിലേക്കും പോകുന്നില്ലെങ്കിൽ കർത്താവ് പിന്നെ നമ്മളെ വളർത്തുകയില്ല, ഉയർത്തുകയില്ല. കാരണം കർത്താവിന് മനസ്സിലായി, ഇവന് കൊടുത്താൽ അത് വേറെ ആർക്കും, സുവിശേഷ വേലയ്ക്കും പാവങ്ങൾക്കും ഒന്നും ഉപകാരപ്പെടുന്നില്ല. അതേസമയം നമ്മളിലൂടെ എത്തുന്നുണ്ടെങ്കിൽ കർത്താവിനറിയാം, ഇവനെ ഏൽപ്പിച്ചാൽ അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനും തിരുനാമത്തിൻ്റെ മഹത്വത്തിനും പാവങ്ങളുടെ ഉന്നമനത്തിനും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് നിന്നെ കർത്താവ് ഉപരിയായി അനുഗ്രഹിക്കും, മെച്ചം നീ കാണും. അങ്ങനെ ഇതിനെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. പ്രിയമുള്ളവരെ, ധർമ്മദാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം ധ്യാനിച്ച് പൂർത്തിയാക്കി. അടുത്ത വെള്ളിയാഴ്ച കർത്താവ് ഏതെങ്കിലും ടോപ്പിക്ക് തരും. എന്നാലും നിങ്ങൾക്ക്, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരല്ലേ,
നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന വിഷയം കേട്ടാൽ കൊള്ളാൻ വച്ചു അടുത്ത വെള്ളിയാഴ്ച. കാരണം നമ്മൾ 3 ക്രിസ്തീയ പുണ്യപ്രവൃത്തികൾ 3 കവർ ചെയ്തു. അടുത്ത വെള്ളിയാഴ്ച നമുക്കൊരു സ്ലോട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം, ഇവിടെ അതിലേക്ക് നിങ്ങൾ സജഷൻസ് അയച്ചാൽ ഇന്ന വിഷയം പഠിച്ചാൽ കൊള്ളാം, അറിഞ്ഞാൽ കൊള്ളാം, അത് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അത് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. ഫീഡ് മൈ ഷീപ്പിന് വേണ്ടിയും ഈ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഈ യാത്ര മാർഗം ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.